ഫാറ്റ് കൂടുതൽ കഴിച്ചിട്ടല്ല ഫാറ്റി ലിവർ വരുന്നത്. എനിത്തിങ് വിച്ച് ഈസ് എക്സസ്, മോസ്റ്റ് കോമൺലി ബീങ് കാർബോഹൈഡ്രേറ്റ്, അന്നജമായാലും ശരി, പ്രോട്ടീൻ മാംസ്യമായാലും ശരി, ഫാറ്റ് കൊഴുപ്പായാലും ശരി, ഏത് എക്സസ് ആയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടോ ആ എക്സസ് ഫുഡ് വിൽ ബി കൺവേർട്ടഡ് ടു ഫാറ്റ് ആൻഡ് സ്റ്റോർഡ് ആസ് ഫാറ്റ്. കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് അതായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറിൽ നമ്മളെടുക്കുന്ന ആഹാരത്തിൻ്റെ മൊത്തം കലോറി ഇൻടേക്ക് കുറച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്, ഞാൻ ഒന്നുകൂടെ പറയാം, എക്സാക്ട്ലി ഫാറ്റ് കൂടുതൽ കഴിച്ചിട്ടല്ല ഫാറ്റി ലിവർ. പകരം എക്സസ് എനർജി എസ്പെഷ്യലി ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് അത് കൂടിയിട്ടാണ്. അതിൽ തന്നെ 2 ടൈപ്പ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് പറയാൻ പറ്റും, അന്നജം പറയാൻ പറ്റും. ഒന്ന് ഫൈബറോട് കൂടിയ, നാരുകളോട് കൂടിയ കാർബോഹൈഡ്രേറ്റ്, അതിന് വേണം പ്രാധാന്യം കൊടുക്കാനായിട്ട്. ഇതൊരു പ്രിവെൻറ്റീവ് മെഷറാണ്. ഒരു ഫ്രൂട്ട് ജ്യൂസ് ഇരിക്കുന്നു, ഒരു കട്ട് ഫ്രൂട്ട്സ് ഇരിക്കുന്നു, ഏത് കഴിക്കണമെന്ന് ചോദിച്ചാൽ കട്ട് ഫ്രൂട്ട്സ് വേണം കഴിക്കാനായിട്ട്. കാര്യം ഒരേ ക്വാണ്ടിറ്റി ഫ്രൂട്ട് ജ്യൂസും കട്ട് ഫ്രൂട്ട്സും കമ്പയർ ചെയ്താൽ കലോറി വാല്യൂ ജ്യൂസിന് കൂടുതലും കട്ട് ഫ്രൂട്ട്സിന് കുറവുമാണ്. നാരങ്ങ മാത്രമേ ജ്യൂസായിട്ട് കുടിക്കാവൂ, ബാക്കി എല്ലാം കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കും.